ഹലോ വെൽക്കം ബാക്ക് ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് അമ്മമാസ് കിച്ചൺ. എല്ലാവർക്കും വീണ്ടും അമ്മമാസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ കഴിഞ്ഞ ഏപ്രിൽ 5-ാം തീയതി ഞാനൊരു ഗിവ് അവേയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി മാങ്ങാച്ചാറ്. അപ്പോൾ ആക്ച്വലി മാങ്ങാച്ചാറിൻ്റെ പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞു കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാനൊരു ലോങ് വീഡിയോ ആയിട്ടും ഷോർട്ട് വീഡിയോ ആയിട്ടും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണമെന്നുള്ളവർക്ക് അത് കയറി കാണാം, ഉണ്ടാക്കി നോക്കാം. അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. വളരെ എളുപ്പമാണ്, പക്ഷെ നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ്. അപ്പോൾ വേണമെന്നുള്ളവർക്ക് അത് കയറി കണ്ട് ഉണ്ടാക്കി നോക്കാം. ഇല്ല, നമ്മൾ ഗീവ് അവേക്ക് വേണ്ടിയിട്ടാണല്ലോ അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നമ്മൾ കുറച്ച് പേര് കമൻറ്റ് ചെയ്തു. ഞാൻ വിചാരിച്ച അത്രയും പേര് കമൻറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ പോലും ഞാൻ വിചാരിക്കാത്ത കുറേ കമൻറ്റ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ വീഡിയോക്കകത്ത്. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. ആർക്കൊക്കെയാണ് ഗിവ് അവേ കൊടുക്കുന്നത് എന്നുള്ളതാണ് ഞാനിപ്പോൾ പറയുന്നത് കേട്ടോ. നമുക്ക് വൈറ്റി സ്റ്റുഡിയോ നോക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് കേട്ടോ. നമ്മൾ അന്ന് വീഡിയോ എടുക്കുന്ന സമയത്ത് ഏപ്രിൽ 5-ാം തീയതി 464 പേരടങ്ങുന്ന ഒരു ഫാമിലിയാണ് അമ്മമാസ് കിച്ചൺ എങ്കിൽ ഇന്ന് നമുക്ക് 485 പേരടങ്ങുന്ന ഒരു ഫാമിലി ആയിട്ട് അത് മാറിയിട്ടുണ്ട്. കുറച്ച് 20 പേരും കൂടെ അതിനകത്ത് ജോയിൻ ചെയ്തു. ഒത്തിരി സന്തോഷം. നമ്മൾ വീണ്ടും നല്ല അടിപൊളി റെസിപ്പീസ് ആയിട്ട് വരണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അപ്പം നമ്മൾ ഇനി ആരൊക്കെയാണ് നമ്മുടെ ചാനലിൽ കമൻറ്റ് ചെയ്തിരിക്കുന്നത്, എന്തൊക്കെയാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കണ്ടൻസ് എടുത്ത് കേട്ടോ. കണ്ടൻസ് എടുത്തിട്ട് നമ്മുടെ വിഷു സ്പെഷ്യൽ നമ്മൾ ഒരു മാമ്പഴപ്പുളിശ്ശേരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണണം എന്നുള്ളവർക്ക് അതും കൂടെ കയറി കാണാം കേട്ടോ. ഇതാണേ. അപ്പോൾ അതിനകത്ത് വന്നിരിക്കുന്ന കമൻസ് ഒക്കെ ഒന്ന് നോക്കാം. അതിനകത്ത് ക്വിസ് അപ്പ് എന്ന് പറയുന്ന ഒരാൾ ചേച്ചിയുടെ വീഡിയോസിലെ റെസിപ്പിയൊക്കെ അടിപൊളിയാണ്, ഫോളോ ആക്കാറുണ്ട്, കീപ് ഗോയിങ്, താങ്ക് യു സോ മച്ച്. അപ്പോൾ ക്വിസ് അപ്പ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ മാങ്ങാച്ചാറ്, നല്ല അടിപൊളി മാങ്ങാച്ചാറ്. പിന്നെ അനുശ്രീ എം, ചേച്ചിയുടെ ഫുഡ് റെസിപ്പി ഞാനും വീട്ടിൽ ട്രൈ ചെയ്യാറുണ്ട്, എല്ലാവർക്കും ഇഷ്ടമാണ്, ഇനി നല്ല വീഡിയോസ് ചെയ്യാമോ? തീർച്ചയായും ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം. എല്ലാവരുടെയും സപ്പോർട്ടും അനുഗ്രഹവും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇനിയും അടിപൊളി വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്തത് ദീപ വിജയാണ്. അതെൻ്റെ ഉറ്റ സുഹൃത്താവാനാണ് സാധ്യതയുള്ളൂ. ദീപു നീ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് അവളുടെ മെയിൽ ഐ ഡി എനിക്ക് വലിയ പിടുത്തമില്ല, അപ്പോൾ നീ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇനിയുള്ളത് MS ജോ. അത് ജോ ചേച്ചിയാണെന്ന് അങ്ങനെ ആരോ എൻ്റെ ചേച്ചിയുടെ ഫ്രണ്ടാണെന്നാണ് പറഞ്ഞ കേട്ടോ. എനിക്കറിയില്ല, അങ്ങനെ അല്ലാതെ വേറെ ആളാണെന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച് ഫോർ യുവർ കമൻറ്റ്. ഓൾ ദി ബെസ്റ്റ്, കുഡോസ് to your effort for supporting your mother and thank you for sharing to us. Thank you so much for commenting. പിന്നെ ചേച്ചീനെ ഒന്ന് സ്ക്രീനിൽ കണ്ടപ്പോൾ സന്തോഷം. സത്യം പറയട്ടെ, എനിക്ക് സന്തോഷമുണ്ട്. എന്നെ സ്വയം ഞാൻ സ്ക്രീനിൽ കണ്ടപ്പോൾ ഞാൻ ഭയങ്കരമായിട്ടൊരു ഡൗട്ടായിരുന്നു എന്നെ കാണിക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ. കാരണം കുറേ കാലമായി ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് അത്രമാത്രം ഒരു ഗട്ട്സ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ടു ഷോ മൈസെൽഫ് ഓൺ ദ സ്ക്രീൻ. പക്ഷേ ഇപ്പോൾ കാണിച്ചപ്പോൾ ഐ എം ലിറ്റിൽ ബിറ്റ് കോൺഫിഡൻറ്റ് ഇനഫ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ യുവർ കമൻറ്റ് ജിൽഷ ദിലീപ്. പിന്നെ അലേഖ പി, അത് എൻ്റെ സ്വന്തം സഹോദരിയുടെ ഫ്രണ്ടാണ്, എൻ്റെ ചേച്ചിയുടെ ഫ്രണ്ടാണ്, ഐ നോ ഹർ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ കമൻറ്റിങ്. ആൻഡ് നിഷ മധു, കൺഗ്രാജുലേഷൻ ഹന്ന, ലവ് യു, ഓൾ ദി ബെസ്റ്റ്. ഈ കമൻറ്റ് ഇട്ടിരിക്കുന്ന എന്തായാലും നിശ ചേച്ചി ആവില്ല, മാളൂട്ടി ആവാനേ സാധ്യതയുള്ളൂ. അതും എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. പിന്നെ അനിഷ മോഹൻ, അവൾ കമൻറ്റ് ഇട്ടിട്ടും കാര്യമില്ല, ഞാൻ തരില്ല. അവൾ എൻ്റെ ഉറ്റ സുഹൃത്തുക്കളിൽ ഒരാളാണ്, അതുകൊണ്ട് ഞാൻ തരില്ല കേട്ടോ. പിന്നെ ഷെഹനാസ് സാധന, അമ്മമ്മ കുക്കിംഗ് സൂപ്പർ. ആക്ച്വലി ഷെഹനാസ് സാധന, ഷീ ഈസ് മൈ സിസ്റ്റർ, മൈ ലവബിൾ സിസ്റ്റർ. ഷീ ഈസ് ദ വൺ ഹൂ കീപ് എൻകറേജിങ് മീ ത്രൂ ഔട്ട് മൈ യൂട്യൂബ് ജീവിതം. കാരണം ഞാനത് സ്റ്റാർട്ട് ചെയ്തപ്പം മുതൽ ഇട്ട വീഡിയോസിൽ താഴെ കണ്ടിന്യൂസ് ആയിട്ട് കമൻറ്റ് ചെയ്തിരിക്കുന്ന ഒരേ ഒരു വ്യക്തി ഷെഹനാസ് സാധനയാണ്. പിന്നെ കാവ്യ മുരളി, അമ്മമ്മനെയും വീഡിയോയിൽ ഉൾപ്പെടുത്തണം. ഞാനത് അമ്മനോട് പറഞ്ഞത്, അമ്മ അങ്ങനെ ഒരു സബ്സ്ക്രൈബർ നമ്മൾ ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ നമ്മൾ വീഡിയോയിൽ എന്തായാലും അമ്മനെ കാണിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ആദ്യം ഭയങ്കര ഗട്സിൽ ഓക്കെ ഞാൻ റെഡിയാണ്, നമുക്ക് വീഡിയോ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ അവസാനം എന്താ പറയുക, നമ്മൾ അടുക്കുമ്പോഴല്ലേ നമുക്ക് ടെൻഷനായിട്ട് ഇപ്പോൾ വേണ്ട, നമുക്ക് പിന്നെ കാണിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് സമയമാകുമ്പോൾ നമുക്ക് കാണിക്കാം. എന്തായാലും അമ്മാനെയും കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത് എൻ്റെയും കൂടെ ആഗ്രഹമാണ്. സോ ഫോർ ഷുവർ നമുക്ക് കാണിക്കാം. പിന്നെ കാവ്യ മുരളി തന്നെ ചെയ്തിട്ടുണ്ട്, അമ്മമാസ് കിച്ചൺ ഇസ് മൈ പേഴ്സണൽ ഫേവറേറ്റ് കുക്കിംഗ് ചാനൽ. താങ്ക് യു സോ മച്ച് കേട്ടോ, സീരിയസ്ലി സ്പീക്കിംഗ് താങ്ക് യു സോ മച്ച്. അതേപോലെ വേറൊരു കമൻ്റ് ഉണ്ട്, ഫാത്തിമ എസ്, അമ്മമാസ് കിച്ചണിലെ തലപ്പാക്കട്ട് ബിരിയാണിയാണ് എൻ്റെ ഇതിലെ താരം. ഫാത്തിമ കുക്കിംഗ് അറിയാത്തവർക്ക് പോലും മനസ്സിലാക്കി തരണോ? താങ്ക് യു സോ മച്ച് ഫാത്തിമ.
പിന്നെ ഹാർദി, ആദ്യം തന്നെ ഇരിക്കട്ടെ എൻ്റെ കമൻറ്റ്, കീപ് ഗോയിങ് ഹന്ന. താങ്ക് യു സോ മച്ച് ഹാർദി. ഹാർദി ഈസ് മൈ ബെസ്റ്റി. അവളില്ലെങ്കിൽ എനിക്ക് എക്സാം എഴുതുമ്പോൾ കൈ വറയ്ക്കും. അങ്ങനെ ഞങ്ങൾ ഉള്ള ഫ്രണ്ട്സാണ്. സോ ഹാർദി, നിനക്കും ഇല്ല. അപ്പോൾ ഇത്രയാണ് എൻ്റെ ലോങ് വീഡിയോയിൽ കമൻറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാട്ടോ. ഫാത്തിമ എസ്, കാവ്യ മുരളി, രജിൽഷ ദിലീപ്, അനുശ്രീ, ക്വിസ് അപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ID. ഇത്രയും പേർക്കാണ് ഈ ലോങ് വീഡിയോ പ്രകാരം നമ്മൾ ഗീവ് അവേ കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ഷോർട്സ് നോക്കാവേ. ശിവാന്യ, റൂഫി യൂസഫ്, അതുപോലെ ശ്രീവർണിക, ജോസഫ് പേഴ്സിയുടെ പേര് ഏഞ്ചൽ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഏഞ്ചൽ, സുബി സാജൻ, സോറി ഞാൻ വിട്ടുപോയതാണ്. ഇത്രയും പേർക്ക് ഷോർട്സ് പ്രകാരം ഉണ്ട്. അപ്പോൾ ഇതിനകത്തും ഒരു 5 പേരുണ്ട്, അതിനകത്തും 5 പേര്. അപ്പോൾ ടോട്ടൽ 10 പേർക്ക് നമ്മൾ ഗിവ് അവേ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അഡ്രസ്സ് അറിയത്തില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഞാൻ സ്ക്രീനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കാണിക്കാം, ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ആ നമ്പറിലോട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുള്ളതിൻ്റെ സ്ക്രീൻഷോട്ടും ഒപ്പം നിങ്ങളുടെ അഡ്രസ്സും കൂടെ എനിക്ക് വാട്സപ്പ് ചെയ്യുക. 17th ഉച്ചയ്ക്ക് 12 മണിക്കുള്ളിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യണം കേട്ടോ. അത് കഴിയുമ്പോഴത്തേനാണ് നമ്മൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ 17th ഉച്ചയ്ക്ക് മുമ്പായിട്ട് നിങ്ങൾ എനിക്ക് വാട്സപ്പ് ചെയ്യുക. ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുത്തേക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് താങ്ക്സ് ഫോർ സപ്പോർട്ടിങ് മീ ആൻഡ് മൈ അമ്മ ആൻഡ് ലവ് യു ഓൾ. ബൈ ബൈ.